CPM പാളയം ഏരിയ സമ്മേളനത്തിനായി റോഡടച്ച് വേദി നിർമ്മിച്ച സംഭവത്തിൽ 30ഓളം CPM നേതാക്കൾക്കും 8 അതിഥി തൊഴിലാളികൾക്കുമെതിരെ കേസെടുത്തു. ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ P. ബാബുവാണ് ഒന്നാം പ്രതി. 20 ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും പ്രതിയാക്കിയിട്ടുണ്ട്. റോഡിൽ വേദി നിർമ്മിച്ചതിനാണ് അതിഥി തൊഴിലാളികളായ 8 പേർക്കെതിരെ കേസെടുത്തത്. വേദി കെട്ടാൻ കരാറെടുത്തവർക്കെതിരെയും മൈക്ക് സെറ്റ് ഓപ്പറേറ്റർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പൊതുസമ്മേളനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് തിരിച്ചറിയുന്ന CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും പേരും ഉൾപ്പെടുത്തും. ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് പോലീസ് നടപടികൾ ശക്തമാക്കിയത്. കഴിഞ്ഞ 5-നായിരുന്നു പൊതുസമ്മേളനം നടത്തുന്നതിന് വഞ്ചിയൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും മുന്നിൽ ഒരു വശത്തേക്കുള്ള റോഡ് പൂർണ്ണമായും കയ്യേറി CPM വേദി നിർമ്മിച്ചത്. രാവിലെ മുതൽ രാത്രി സ്റ്റേജ് പൊളിച്ചു മാറ്റുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സംഭവ ദിവസം രാത്രി കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത്. പ്രകടനം നടത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയതിനായിരുന്നു കേസ്. റോഡ് കയ്യേറി സ്റ്റേജ് നിർമ്മിച്ചത് സംബന്ധിച്ച FIRൽ പരാമർശമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തവരെക്കുറിച്ചുള്ള വിവരങ്ങളും ആരാഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി V. ജോയ്, VK പ്രശാന്ത് MLA എന്നിവരടക്കമുള്ള നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സമ്മേളനം കഴിഞ്ഞ് KPCC അവതരിപ്പിച്ച നാടകവും നടന്നു. ഇതും കഴിഞ്ഞാണ് സ്റ്റേജ് പൊളിച്ചു മാറ്റിയത്.